നമസ്കാരം. എല്ലാവർക്കും ദേവൂസ് ഫുഡ് ആൻഡ് ട്രാവലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കുന്നത് ബീട്രൂട്ട് കൊണ്ടുള്ളൊരു പച്ചടിയാണ്. ബീട്രൂട്ട് പച്ചടി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായി ഞാനിവിടെ ഒരു വലിയ ബീട്രൂട്ട് ചെറിയ കഷ്ണങ്ങളായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് 1 കപ്പ് തൈരാണ്. പിന്നെ 1 കപ്പ് തേങ്ങ ചിരകിയത്, 2 പച്ചമുളക്, കറിവേപ്പില, 1 ടീസ്പൂൺ ജീരകം. അപ്പോൾ ആദ്യം കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ബീട്രൂട്ടിൻ്റെ പീസസ് നമുക്കൊരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പുമിട്ട് നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ബീട്രൂട്ട് പെട്ടെന്ന് വെന്ത് കിട്ടും. ബീട്രൂട്ട് വേവുന്ന സമയത്ത് നമുക്കിതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം. അതിനായി മിക്സിയുടെ ചെറിയ ജാറിലേക്ക് 1 കപ്പ് ചിരകിയ തേങ്ങ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 പച്ചമുളക് ഇട്ട് കൊടുക്കാം. പച്ചമുളക് എരിവനുസരിച്ച് ചേർക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. ഇതൊന്ന് അരിഞ്ഞ് കിട്ടാനായി 3 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് ഇത് അരച്ചെടുക്കാം. കൂടുതൽ വെള്ളം ചേർത്താൽ ഇത് അരിഞ്ഞ് കിട്ടാൻ പാടാണ്. അതുകൊണ്ട് ഒരു 3 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്താൽ മതി. ഇപ്പോൾ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബീട്രൂട്ട് വെന്തോന്ന് നോക്കാം. അപ്പോൾ ബീട്രൂട്ട് വെള്ളമൊക്കെ വറ്റിയൊന്ന് വേവായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ഒന്ന് ചതച്ചെടുക്കാം. നന്നായിട്ട് നരഞ്ഞു പോകണ്ട, ഒന്ന് ചെറുതായിട്ടൊന്ന് അടിച്ചെടുത്താൽ മതി. ഇപ്പം ബീട്രൂട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ചട്ടിയിലേക്ക് മാറ്റാം. അല്പം വെള്ളവും ഒഴിച്ചൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പൊന്ന് വേവാനായി ഒരു 2-3 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ അരപ്പൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാം. അപ്പം തൈര് കട്ടിയുള്ള തൈരാണെങ്കിൽ ഒന്ന് ഉടച്ചെടുത്ത് വേണം ചേർക്കാൻ. അപ്പോൾ അരപ്പൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തൈര് ചേർക്കാം. തൈര് ചേർത്തതിന് ശേഷം തിളപ്പിക്കാൻ പാടില്ല. തൈര് നന്നായിട്ട് ചേർത്ത് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം 1 മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിലിട്ട് ചൂടാക്കി എടുത്താൽ മതി. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് കടുക് വറുത്ത് ചേർക്കാം. അപ്പോൾ കടുക് വറുക്കുന്നതിനായി ഒരു പാനിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വരുമ്പോൾ 2 വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 3 ചെറിയ ഉള്ളി സ്ലൈസായിട്ട് അരിഞ്ഞത് വട്ടത്തിലരിഞ്ഞൊന്ന് ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഈ കടുവറുത്തത് റെഡിയാക്കി വെച്ചേക്കുന്ന ബീട്രൂട്ട് പച്ചടിയിലോട്ട് ചേർക്കാം. ഇപ്പോൾ ബീട്രൂട്ട് പച്ചടി റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നൊരു പച്ചടിയാണിത്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും അതിൽ ഓൾ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.